ഉയർന്നു വരുന്ന സൂപ്പർ പവറാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുമായി കൂടുതൽ ഇടപഴകണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യയോടുള്ള കർക്കശമായ നയങ്ങൾക്കും ഭീഷണികൾക്കും വ്യക്തമായ മുന്നറിയിപ്പാണ് ഫിൻലാൻഡ് പ്രസിഡന്റായ അലക്സാണ്ടർ സ്റ്റാബ് നൽകിയിരിക്കുന്നത്. ഈ താൽപര്യങ്ങൾ യുഎസിനെ ഹാനികരമാകുന്ന തരത്തിലേക്ക് പോകുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയോട് കൂടുതൽ അടുക്കുകയാണ്. വ്യാപാര വിപണി തുറന്നു നൽകുന്നതോട് തന്നെ കൂടുതൽ ശക്തമാകുന്നതിൽ, അതായത് ബന്ധം ശക്തമാകുന്നതിൽ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അതുപോലെ റഷ്യയും ചൈനയും അപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യ യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും വളരെ അടുത്ത സഖ്യകക്ഷികളാണ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളോട് കർക്കശമായ നയം സ്വീകരിക്കുന്നത് അമേരിക്കൻ താല്പര്യങ്ങളെ അവർക്ക് അത് വളരെയധികം ഹാനികരമാണ് എന്നതും ഇവിടെ വ്യക്തമാക്കുന്നു. നിരന്തരം ട്രംപ് ഇന്ത്യക്ക് മേൽ ദുഷ്കരമായ പ്രവർത്തനങ്ങൾ തുടർന്നു പോരുകയാണ്. ട്രംപ് എടുക്കുന്ന നിലപാടുകൾക്ക് വിപരീതമായി തന്നെ ആകട്ടെ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയുമായി കൂടുതൽ വ്യാപാരം പങ്കിടാൻ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രം കൂടുതൽ ശക്തമാകുന്നു എന്നതിന്റെ കൂടെ ഒരു വെളിവായ അല്ലെങ്കിൽ വ്യക്തമായ സൂചനയാണ് ഇതിൽ പ്രതിഫലിക്കുന്നതും. ഇന്ത്യയോട് മറ്റു രാജ്യങ്ങൾ കൂടുതൽ അടുക്കുന്നതിനുള്ള പ്രധാന കാരണം തന്നെ മോദി മറ്റു രാഷ്ട്രങ്ങളുമായി പുലർത്തുന്ന ബന്ധം തന്നെയാണ്. മാത്രമല്ല, ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഹനിക്കുന്ന പ്രവൃത്തി ഇനി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പോലും അവർക്ക് മുന്നിൽ ഒരിക്കലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ഇന്ത്യയോ മുട്ടുമടക്കില്ല എന്നതിന്റെ മറ്റൊരു സൂചനയായിരുന്നു ട്രംപിന് നൽകിയ, അല്ലെങ്കിൽ ട്രംപിന്റെ തീരുവ ഭീഷണിക്ക് നൽകിയ മറുപടി. അതേസമയം ഫിൻലാൻഡ് പ്രസിഡന്റിന്റെ ഈ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ഫിന്നിഷ് വിദേശകാര്യ മന്ത്രിയായ എലീന വാൾട്ടണും രംഗത്ത് വന്നത്, അല്ലെങ്കിൽ അവരൊരു പ്രസ്താവന പുറത്തിറക്കിയത്. അമേരിക്ക നിർബന്ധം പിടിച്ചിട്ട് പോലും ഇന്ത്യക്ക് മേൽ ദ്വിതീയ ടാരിഫ് ചുമത്താനുള്ള സാധ്യത യൂറോപ്പ് നിലവിൽ പൂർണ്ണമായും നിരസിക്കുന്നുവെന്നും ഫിൻലാൻഡ് വിദേശകാര്യമന്ത്രി ആ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഉപരോധങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നതിൽ ഇന്ത്യയുടെ പങ്കിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയനെ ഇന്ത്യയിൽ നിന്ന് അകറ്റാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ അവരാകട്ടെ കൂടുതൽ ഇന്ത്യയോട് അടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യക്ക് മേൽ 25% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച ട്രംപ് ഇതിനു പുറമെ റഷ്യയിൽ നിന്നും അവിടെ ഇറക്കുമതി ചെയ്യുന്നതിന് ശിക്ഷയായി തന്നെ 25% കൂടി ചുമത്തി മൊത്തം 50% ആക്കുകയാണ് ഉണ്ടായത്. നിലവിൽ US ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന 2 രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണെന്ന് തന്നെ പറയാം. ട്രംപുമായി കടുത്ത ഭിന്നതയിലുള്ള ബ്രസീലും 50% ചുങ്കമായി അവർക്ക് ചുമത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ പാത പിന്തുടരുന്നത് ഇന്ത്യക്കുമേൽ യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ G7 രാഷ്ട്രങ്ങൾക്കും നാറ്റോയ്ക്കും 100% ഇറക്കുമതി തീരുവ ചുമത്തണം എന്നത് ട്രംപ് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. 3 കൂട്ടായ്മകളും ട്രംപിന്റെ ആവശ്യം നിഷ്കരണം തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇന്ത്യയുമായി യൂറോപ്യൻ യൂണിയന്റെ വ്യാപാര കരാർ ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാവുകയാണ്. മാത്രമല്ല, ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോർ ഇപ്പോൾ വ്യക്തമായ ഒരു സന്ദേശം പറഞ്ഞിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യക്കൊപ്പം ആണ് എന്നതും പ്രസ്താവന നടത്തിക്കൊണ്ട് ഫിൻലാൻഡും രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിൽ അതിനൊരു അറുതി വരുത്താനുള്ള ശ്രമത്തിലാണ് യൂറോപ്യൻ യൂണിയൻ, അല്ലെങ്കിൽ യൂറോപ്പ് എന്ന സൂചനയാണ് എലീന നൽകിയതും. ഈ നീക്കത്തിൽ ഇന്ത്യയും പങ്കുചേരണമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഇന്ത്യ സൂപ്പർ പവർ ആണ് എന്നും റഷ്യയും ചൈനയും ഉൾപ്പെടെ ലിസ്റ്റിൽ കൂട്ടിക്കെട്ടേണ്ട എന്നും, അതായത് ഈ ഒരു ലിസ്റ്റിലേക്ക് കൂട്ടിക്കെട്ടേണ്ട എന്നതാണ് ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റാബും കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് അദ്ദേഹം നടത്തിയ പ്രസ്താവന ചൈനയും റഷ്യയും പതിറ്റാണ്ടുകളായി തന്നെ ഒരേ ദിശയിലേക്കാണ് നീങ്ങുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.